ഹായ് ഡിയേഴ്സ്, ഞാനിന്ന് റിവ്യൂ പറയാൻ പോകുന്നത് നേച്ചേഴ്സിൻ്റെ സൺബാൻ സൺസ്ക്രീൻ ലോഷനെ കുറിച്ചാണ്. അത് എൻ്റെ സെൻസിറ്റീവ് സ്കിന്നിന് എങ്ങനെയായിരുന്നു എന്നുള്ളത് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ സൺസ്ക്രീൻ ആണെങ്കിൽ SPF 50 ആണ്, PA++ ഉണ്ട്, പിന്നെ അതേപോലെ UV ആൻഡ് UV പ്രൊട്ടക്ഷൻ ഉണ്ട്, നോൺ സ്റ്റിക്കി, നോൺ ഓയിലി, നോ വൈറ്റ് കാസ്റ്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് 175 റുപ്പീസാണ്. 60 ml പാക്കാണ് ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, ഇതെൻ്റെ സെൻസിറ്റീവ് സ്കിന്നിനാണ്. എൻ്റെ സെൻസിറ്റീവ് സ്കിന്നിന് ഇത് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. ഇത് വളരെ ഒരു ലിക്വിഡി ടെക്സ്ചർ പോലെ അത്ര കട്ടിയൊന്നുമില്ലാത്ത ഒരു സ്മൂത്തായിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. നമുക്ക് ഈസിലി ബ്ലെൻഡ് ആക്കാൻ പറ്റും. ഈ പറഞ്ഞ പോലെ തന്നെ വൈറ്റ് കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, നല്ല പോലെ തന്നെ. പക്ഷേ എൻ്റെ സ്കിന്നിനെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു ഓയിലി ആയിട്ടാണ് വരുന്നത്. അതായത് ഇപ്പോൾ എല്ലാ സൺസ്ക്രീനും കുറച്ചും കൂടെ ഗ്ലോ ആയിട്ടാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. എല്ലാവർക്കും ഗ്ലോ വേണം, അപ്പോൾ ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ അത്രയും ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ലായിരിക്കും, പക്ഷേ ഫേസിൽ ഞാനിത് അപ്ലൈ ചെയ്യുമ്പോൾ എൻ്റെ സ്കിൻ ടോൺ വെച്ചിട്ട് കുറച്ചും കൂടെ ഡള്ളാവുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ചൊരു ഓയിലി ടെക്സ്ചർ പോലെ, ഒരു എണ്ണമെഴുക്ക് പോലെ അങ്ങനത്തെ ഒരു ടെക്സ്ചറാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റൊക്കെ ആകുമ്പോൾ നന്നായിട്ട് വിയർക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ റിമൂവായി വരുന്ന പോലെ ഇത് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്വെറ്റിങ് കൂടുകയല്ല, വിയർക്കുന്നത് കുറച്ചും കൂടെ കൂടുതലായിട്ട് വരികയാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ക്രീം ടെക്സ്ചർ നമ്മുടെ ഫേസിലൊക്കെ വിയർക്കുമ്പോൾ ഫുള്ളിങ്ങനെ ഒഴുകി വരുന്ന പോലെയാണ് തോന്നുന്നത്. സോ ഞാൻ എൻ്റെ ഒരു സ്കിൻ ടൈപ്പിന് ഞാൻ ഇത് പ്രിഫർ ചെയ്യുന്നില്ല. എനിക്കിതത്ര നല്ലതായിട്ടല്ല വന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.